തോൽവിക്ക് പിന്നാലെ സി കൃഷ്ണകുമാറിനെ കൂടുതൽ വെട്ടിലാക്കി പഴയ കേസുകൾ തലപൊക്കുന്നു. ഭാര്യാമാതാവിനെതിരെ പരാതിയുമായി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് നഗരസഭ മുൻ വൈസ് ചെയർമാനുമായിരുന്ന സി കൃഷ്ണകുമാർ വർഷങ്ങൾക്ക് മുൻപ് എത്തിയിരുന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സുഖമില്ലാതെ കിടന്ന അമ്മായി അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ച് സ്വത്തുക്കൾ മുഴുവൻ ഒപ്പിട്ടു വാങ്ങി. സ്വന്തം അമ്മയെയും സഹോദരിയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കൃഷ്ണകുമാറിന്റെ ഭാര്യ. ഈ രണ്ട് വിഷയങ്ങളും ഉന്നയിച്ച് കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ മാതാവ് വിജയകുമാരി അന്നൊരു വാർത്താ സമ്മേളനം നടത്തി. വിജയകുമാരിയുടെ 2020 വാർത്താ സമ്മേളനം 2024 തിരിച്ചടിയുടെ ആക്കം കൂട്ടി എന്ന് പറയേണ്ടി വരും. ഇതെല്ലാമാണ് കൃഷ്ണകുമാറിന്റെ വോട്ട് കുറയാൻ കാരണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിലയിരുത്തൽ. മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തന്റെ ഭാര്യയ്ക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഭാര്യാമാതാവ് വിജയകുമാരി തന്നെയും ഭാര്യയും അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന കൃഷ്ണകുമാറിന്റെ പഴയ ആരോപണവും തിരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികൾ പൊടിതട്ടി എടുക്കുകയായിരുന്നു. സന്ദീപ് വാര്യർ ബി.ജെ.പി. വിട്ടു പോയ ശേഷം ഇക്കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയായി. എന്നാൽ ഇതിനെ വേണ്ട രീതിയിലൊന്നും കൃഷ്ണകുമാർ പ്രതിരോധിക്കാൻ അന്ന് തയ്യാറായില്ല. സി കൃഷ്ണകുമാർ വിജയകുമാരിക്കെതിരെ നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ആരോപണം ഉന്നയിച്ച് തന്നെയും ഭാര്യയും അപമാനിച്ച വിജയകുമാരി ആരോപണങ്ങൾ പിൻവലിക്കണമെന്നും 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുമായിരുന്നു വക്കീൽ നോട്ടീസ് നൽകിയത്. ഇത് വലിയ രീതിയിൽ അന്ന് വാർത്തയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വക്കീൽ നോട്ടീസിന് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. പക്ഷേ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ കൃഷ്ണകുമാർ ശ്രമം നടത്തിയെന്നായിരുന്നു ഭാര്യാമാതാവായ CK വിജയകുമാരിയുടെ അന്നത്തെ ആരോപണം. സി കൃഷ്ണകുമാർ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണെന്നും പരാതിപ്പെട്ട് ഭാര്യയുടെ സഹോദരി സിനി സേതുമാധവനും അമ്മ CK വിജയകുമാരിയും വാർത്താ സമ്മേളനം നടത്തിയത് 2024 അന്ന് വരെ പാലക്കാട്ടെ ബി.ജെ.പിയുടെ പ്രധാന നേതാവായിരുന്നു സി കൃഷ്ണകുമാർ. വിജയകുമാരിയുടെ വെളിപ്പെടുത്തൽ വന്നതോടെ കൃഷ്ണകുമാറിന്റെ അന്ന് വരെയുള്ള ഇമേജ് അതോടെ മാറിമറിയാൻ തുടങ്ങി. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പോടെ പാലക്കാട് പൂർണ്ണമായും ഒറ്റപ്പെട്ട ബി.ജെ.പിക്കാരനെന്ന നിലയിലേക്ക് കൃഷ്ണകുമാർ എത്തിച്ചേർന്നു. അമ്മയുടെ പേരിൽ ബാങ്കിൽ ഉണ്ടായിരുന്ന 15 ലക്ഷം രൂപ കൃഷ്ണകുമാർ തട്ടിയെടുത്തെന്ന് സിനി സേതുമാധവൻ ആരോപിച്ചിരുന്നു. അത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി. തന്റെ അച്ഛനും കൃഷ്ണകുമാറിന്റെ ഭാര്യാപിതാവുമായ സേതുമാധവൻ അസുഖബാധിതനായി കിടന്നപ്പോൾ തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പുവാങ്ങി ഞങ്ങളെ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിച്ചുവെന്നും സിനി ആരോപിച്ചിരുന്നു. നിരന്തര പീഡനം തുടരുകയാണ്. നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് കൃഷ്ണകുമാർ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും സിനി വെളിപ്പെടുത്തിയിരുന്നു. മൂടിവെച്ച കാര്യങ്ങൾ പുറത്തു പറയാൻ നിർബന്ധിതമായത് ബി.ജെ.പിയും തങ്ങളെ കൈവിട്ടതുകൊണ്ടാണെന്നായിരുന്നു ആ അമ്മയും മകളും അന്ന് പറഞ്ഞത്. സ്വന്തം വീട്ടിൽ തന്നെ അഴിമതിക്ക് തുടക്കമിട്ടയാളാണ് കൃഷ്ണകുമാർ. ആ മുഖം ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കാനാണ് നഗരസഭയിലെ 18-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായതെന്നും CK വിജയകുമാരി പ്രതികരിച്ചിരുന്നു. അന്ന് വെറും 6 വോട്ടാണ് വിജയകുമാരി പിടിച്ചതെങ്കിലും മകൾക്കും മരുമകനുമെതിരെ പൊട്ടിത്തെറിച്ചത് 2024 രാഷ്ട്രീയമായി ചർച്ചയായി എന്നതാണ് ഇവിടുത്തെ വസ്തുത. 2024 പാലക്കാട് നഗരസഭയിൽ വീണ്ടും അധികാരത്തിലെത്താൻ ബി.ജെ.പി. ശ്രമം നടത്തുന്നതിനിടെയാണ് മുതിർന്ന നേതാവായ സി കൃഷ്ണകുമാറിനെതിരെ ആരോപണവുമായി ഭാര്യാമാതാവ് തന്നെ രംഗത്തെത്തിയത്. പ്രചരണം മുന്നിൽ നിന്ന് നയിക്കുന്ന കൃഷ്ണകുമാറിനെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നത് ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കി. എതിർ പാർട്ടിക്കാരെല്ലാം വിജയകുമാരിയുടെ ആരോപണത്തെ വലിയ രീതിയിൽ ആഘോഷമാക്കി പ്രചരിപ്പിക്കുകയും ചെയ്തു. അന്ന് ഏൽക്കാതെ പോയ ആരോപണം 2024 കൃഷ്ണകുമാറിനെ തിരിഞ്ഞു കുത്തുകയും ചെയ്തു. 2024 മകളെ തോൽപ്പിക്കാൻ അമ്മ വിജയകുമാരിക്ക് ആയില്ല. എങ്കിലും ആ വിഷയം 4 വർഷത്തിനു ശേഷം വീണ്ടും പാലക്കാടൻ ചർച്ചകളിൽ ആളിക്കത്തി. സുരേഷ് ഗോപിയുടെ വിജയം വടക്കുന്നാഥന് സമർപ്പിച്ച സുരേന്ദ്രൻ പാലക്കാട്ടെ വിജയം വിശാലാക്ഷി സമേത വിശ്വനാഥന് നൽകി. അവിടെ ഒളിപ്പിച്ചു വെച്ചത് സി കൃഷ്ണകുമാറിനെയും ഭാര്യ മിനിമോളെയുമാണെന്ന വിലയിരുത്തലും ഉയർന്നു. പക്ഷേ അടിമുടി പിഴച്ചു. കൽപ്പാത്തിയിലെ ദൈവം ബി.ജെ.പിയെ ഇവിടെ തുണച്ചില്ല. അടിമുടി തകർന്ന അവസ്ഥ. ബി.ജെ.പി. ശക്തി കേന്ദ്രങ്ങളിലൊന്നും കൃഷ്ണകുമാറിന്റെ പൊടി പോലും കണ്ടില്ല. ഇവിടെ എല്ലാം ചർച്ചയാകുന്നത് ഭാര്യയുടെ ഇഫക്റ്റാണ്.
പാലക്കാട്ടെ പരാജയത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ അനാവശ്യ ഇടപെടലുകളാണെന്ന് BJP-ക്കാർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. ഈ വിഷയം ഉയർത്തിയാണ് സന്ദീപ് വാര്യർ പോലും BJP വിട്ടുപോയത്. നഗരസഭയിൽ BJP-ക്കുള്ളിൽ ഇത് പലപ്പോഴും ചർച്ചയായിരുന്നു. സന്ദീപ് വാര്യർക്ക് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പോലും സീറ്റ് നൽകിയില്ല. എന്നാൽ മിനിമോൾ അവിടെ ഇരുന്നു. ഇതിന് പിന്നിൽ കളിച്ചത് BJP-യുടെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന രഘുനാഥനായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ അതിവിശ്വസ്തനാണ് രഘുനാഥ്. സകലരെയും വെറുപ്പിച്ച പാർട്ടിയെ നിയന്ത്രിച്ച മിനിമോളെ ഒരുമിച്ചെതിർത്തത് മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ അടക്കമുള്ള പ്രാദേശിക നേതാക്കളായിരുന്നു. എന്നാൽ ഇതൊന്നും BJP നേതൃത്വം കണ്ടില്ല. BJP-യുടെ ദേശീയ നേതാവ് BL സന്തോഷും എല്ലാത്തിനും കുടപിടിച്ചു. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൽ സുവർണാവസരം നഷ്ടമാകുകയാണ് BJP-ക്ക്. C. കൃഷ്ണകുമാറിന്റെ തോൽവിയിൽ ഭാര്യയുടെ ഇടപെടലും BJP-ക്കുള്ളിൽ ഇപ്പോൾ തന്നെ ഏറെ ചർച്ചയായിരിക്കുകയാണ്. ഇനിയുള്ള കാലത്തും അത് ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. തോൽവിയോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുൻതൂക്കം നഷ്ടപ്പെടുത്തിയ സംസ്ഥാന നേതൃത്വം വില കൊടുക്കേണ്ടി വരും. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താൻ മടിച്ച BJP-ക്കുള്ള തിരിച്ചടിയാണ് ഈ തോൽവി. ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കി എന്തിന് കൃഷ്ണകുമാറിനെ തിരഞ്ഞെടുത്തു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെയും ചോദ്യം.